പ്രിയമുള്ളവരെ, അതിശക്തമായ സംരക്ഷണം നൽകുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഈ പ്രാർത്ഥന നിങ്ങൾ എഴുതിയെടുത്ത് വീട്ടിൽ സൂക്ഷിച്ചാലും മതി. ഈ പ്രാർത്ഥനയെക്കുറിച്ച് ആദ്യം ഞാനൊന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ ശക്തി എത്രത്തോളമെന്ന്. ഇത് വിശുദ്ധ കുരിശിൻ്റെ പ്രാർത്ഥനയാണ്. വിശുദ്ധ കുരിശിൻ്റെ പല പ്രാർത്ഥനകളും നമുക്കറിയാം. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയാണിത്. AD 803 യേശു ക്രിസ്തുവിൻ്റെ ശവകുടീരത്തിൽ നിന്ന് ലഭിച്ചുവെന്ന് കരുതപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണിത്. ചാൾസ് രാജാവ് യുദ്ധത്തിനു പോകുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വത്തിനും രക്ഷയ്ക്കും വേണ്ടി പരിശുദ്ധ പിതാവ് നൽകിയതാണ് ഈ പ്രാർത്ഥന. ഈ പ്രാർത്ഥന ഭക്തിപൂർവം ചൊല്ലുന്നവനും അതല്ലെങ്കിൽ ചൊല്ലുന്നത് കേൾക്കുന്നവനും ഇത് ധരിക്കുന്നവനും പെട്ടെന്നുള്ള മരണം സംഭവിക്കുകയില്ല. അവൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയില്ല. അവന് പൊള്ളലേൽക്കുകയോ വിഷം ബാധിക്കുകയോ ചെയ്യുകയില്ല. പ്രസവ വേദനയുടെ സമയത്ത് ഈ പ്രാർത്ഥന ചൊല്ലിയാൽ സുഖപ്രസവം ലഭിക്കും. ജനിച്ച കുഞ്ഞിൻ്റെ വലതുഭാഗത്ത് ഈ പ്രാർത്ഥന വയ്ക്കുകയാണെങ്കിൽ കുഞ്ഞിന് യാതൊരു ഉപദ്രവവും ഏൽക്കുകയില്ല. ഈ പ്രാർത്ഥന വഹിക്കുന്നവന് ഒരിക്കലും അപസ്മാര രോഗത്തിൻ്റെ ആക്രമണം ഉണ്ടാവുകയില്ല. ആരെങ്കിലും ഈ പ്രാർത്ഥന തനിക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ എഴുതിയാൽ ഞാൻ അവനെ അനുഗ്രഹിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ ആരെങ്കിലും ഇതിനെതിരെ പരിഹസിച്ചാൽ അവൻ ദുഃഖിക്കേണ്ടി വരും. ഈ പ്രാർത്ഥന ഭവനത്തിലുള്ളപ്പോൾ ആ ഭവനം ഇടിമിന്നലിൽ നിന്നും ഇടിവെട്ടിൽ നിന്നും രക്ഷപ്പെടും. നിത്യവും ഈ പ്രാർത്ഥന ചൊല്ലുന്നവന് മരണത്തിന് 3 ദിവസം മുമ്പ് മുന്നറിയിപ്പ് ലഭിക്കും. കേട്ടല്ലോ, ഇപ്പം മനസ്സിലായില്ലേ ഇത് ചൊല്ലുന്നതിൻ്റെ പ്രാധാന്യം എത്രത്തോളമെന്ന്? ഈ പ്രാർത്ഥനയെക്കുറിച്ച് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മറ്റൊരു ചാനലിനു വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അന്നത് കേട്ടിട്ട് ഒത്തിരി പേർ എനിക്ക് മെസ്സേജ് അയച്ചു. അവരുടെ അനുഭവങ്ങൾ എന്നോട് ഷെയർ ചെയ്തു. അവരൊക്കെ ചെറുപ്പകാലത്ത് വീട്ടിലെന്നും ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു പ്രാർത്ഥനയായിരുന്നുവെന്നും ഒരു കാലഘട്ടത്തിൽ വളർന്നു വലുതായപ്പോൾ പിന്നീട് ഇത് ചൊല്ലാതായെന്നും ഇത് വീണ്ടും ഞാൻ ഓർമ്മിപ്പിച്ചതിന് നന്ദി എന്നൊക്കെ പറഞ്ഞു ഒത്തിരി മെസ്സേജുകൾ എനിക്ക് വന്നു. അതിൽ ഒരാൾ പറഞ്ഞ ഒരു അനുഭവ സാക്ഷ്യം ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഇതോടൊപ്പം ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിശ്വാസമാകും. എനിക്ക് ആ ചേച്ചിയുടെ അനുഭവ സാക്ഷ്യം കേട്ടപ്പോഴാണ് കൂടുതൽ ഈ പ്രാർത്ഥനയെക്കുറിച്ച് വിശ്വാസം വന്നത്. എൻ്റെ അന്നത്തെ ആ വീഡിയോ കണ്ടിട്ട് ചേച്ചി എന്നെ വിളിക്കുകയായിരുന്നു. ആ ചേച്ചി ഒരു റിട്ടയർഡ് അധ്യാപികയാണ്. ചേച്ചിയുടെ ചെറുപ്പകാലം മുതൽ കേൾക്കുന്നതാണ് ഈ പ്രാർത്ഥന. ഈ ചേച്ചിയുടെ അമ്മ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം മക്കളെയൊക്കെ വിളിച്ചിരുത്തി ഈ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. അത് ആ അമ്മച്ചിക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെ ആ അമ്മ പ്രായമായി. പ്രത്യേകിച്ച് രോഗങ്ങളൊന്നുമില്ലായിരുന്നു. പ്രായാധിക്യം മൂലമാണ് അമ്മ മരിക്കുന്നത്. മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അമ്മയ്ക്ക് ആരെയും തിരിച്ചറിയാനാവാതെയായി ബോധമില്ലാത്ത അവസ്ഥയിൽ അങ്ങനെ കിടക്കുകയായിരുന്നു. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് അമ്മ കണ്ണു തുറക്കുകയും മക്കളെയെല്ലാം കാണണമെന്ന് ആവശ്യപ്പെടുകയും എൻ്റെ ചട്ടയും മുണ്ടുമൊക്കെ എവിടെയാണ് ഇരിക്കുന്നത് അത് തേച്ചു വയ്ക്ക്, ഇന്നടത്ത് ഇരിക്കുന്ന ചട്ടയും മുണ്ടും എനിക്ക് വേണം, അത് ധരിച്ചു വേണം എനിക്ക് മരിക്കാൻ, ഞാൻ ഈശോയുടെ അടുത്തേക്ക് പോകാറായി, ഈശോ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ അമ്മ നല്ല സുബോധത്തോടെ അവരോട് സംസാരിച്ചു. സുബോധത്തോടെ തന്നെ രോഗിലേവനെ സ്വീകരിക്കുകയും ഈശോയെ സ്വീകരിക്കുകയും പ്രാർത്ഥനാപരമായ ഒരു അന്തരീക്ഷത്തിൽ അമ്മച്ചിയുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു. അമ്മച്ചി വയ്യാതെയാകുന്നത് വരെ ഈ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലുമായിരുന്നു എന്നാണ് ഈ അമ്മച്ചിയുടെ മകൾ എന്നോട് പറഞ്ഞത്. ഈ പ്രാർത്ഥനയിൽ പറഞ്ഞ വാഗ്ദാനപ്രകാരം തന്നെ മരിക്കുന്നതിന് കൃത്യം 3 ദിവസം മുമ്പ് മരണത്തെക്കുറിച്ച് അമ്മച്ചിക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ്. കൂടാതെ ഈ ചേച്ചി മറ്റൊരു അനുഭവം കൂടി എന്നോട് പങ്കുവച്ചു. അത് ഈ ചേച്ചി ഈ പ്രാർത്ഥന ചേച്ചിയുടെ മകൾക്കും പറഞ്ഞു കൊടുത്തിരുന്നു. ഈ അമ്മയിൽ നിന്ന് കിട്ടിയ പ്രാർത്ഥന ചേച്ചി ഇത് തൻ്റെ മകൾക്കും പറഞ്ഞു കൊടുത്തു. മകള് അമേരിക്കയിലാണ്. ഈ ചേച്ചിയും മോളുമൊക്കെ ഇപ്പോൾ അമേരിക്കയിലാണ് താമസിക്കുന്നത്. മകള് മറ്റെന്ത് പ്രാർത്ഥനകൾ മുടക്കിയാലും ഈ പ്രാർത്ഥന അവൾ മുടക്കാറില്ലെന്നാണ് പറഞ്ഞത്.
കാരണം എത്ര തിരക്കുണ്ടെങ്കിലും, എത്രമാത്രം പഠിക്കാനുണ്ടെങ്കിലും, എത്ര ലേറ്റായിട്ടാണ് കിടക്കേണ്ടി വന്നാൽ പോലും അവൾ ഈ പ്രാർത്ഥന ചൊല്ലുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവളത് എഴുതുമായിരുന്നു എന്നാണ് പറഞ്ഞത്. എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും എഴുതി പ്രാർത്ഥിക്കും, എന്നിട്ടേ അവൾ കിടക്കത്തുണ്ടായിരുന്നുള്ളൂ. കാരണം ആ മകൾക്കത് വലിയ വിശ്വാസമായിരുന്നു ഈ പ്രാർത്ഥനയിൽ. എന്നിട്ട് ചേച്ചി എന്നോട് പറയുകയാണ്, അവൾ ഓരോ തവണയും 33 തവണ എഴുതി പൂർത്തിയാക്കുമ്പോൾ അവളുടെ ജീവിതത്തിൽ അവൾ ആഗ്രഹിക്കുന്ന ഒരു നല്ല കാര്യം നടന്നിരിക്കും, അത് ഉറപ്പായിരുന്നെന്ന്. അമേരിക്കയിൽ നമുക്കറിയാം, അമേരിക്കയിൽ അവിടുത്തെ എക്സാമുകളൊക്കെ പാസ്സാകണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അവളുടെ പഠനങ്ങൾ പൂർത്തിയാക്കാനും അതിന് നല്ല മാർക്ക് വാങ്ങാനും ജീവിത പങ്കാളി അങ്ങോട്ട് കൊണ്ടുപോകാനും അദ്ദേഹത്തിൻ്റെ എക്സാം പാസ്സാകാനും അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ പ്രാർത്ഥന ഓരോ 33 തവണയും എഴുതി പൂർത്തിയാക്കുമ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ അവൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ആ കൃത്യം 33 ദിവസം പൂർത്തിയാക്കി കഴിയുമ്പോൾ 33 തവണ ഈ പ്രാർത്ഥന എഴുതി പൂർത്തിയാക്കുമ്പോൾ അവൾക്ക് ലഭിക്കുമായിരുന്നു എന്നാണ് ചേച്ചി എന്നോട് സാക്ഷ്യപ്പെടുത്തിയത്. ചേച്ചിക്ക് ഒത്തിരി സന്തോഷമായി ഞാൻ ഈ പ്രെയർ ഷെയർ ചെയ്തപ്പോഴപ്പോൾ. ചേച്ചി തൻ്റെ അനുഭവം എന്നോട് ഷെയർ ചെയ്യുകയായിരുന്നു. എന്നിട്ട് എന്നോട് പറയുകയാണ്, മോളെ ഇതൊരു ശക്തമായ പ്രാർത്ഥനയാണ്, ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ മോളൊക്കെ ഇത് സ്ഥിരമായിട്ട് എഴുതി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണെന്ന്. ഇത് ചൊല്ലി പ്രാർത്ഥിക്കുന്ന, എഴുതി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഈശോ തൻ്റെ വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണവും അനുഗ്രഹവും കൊടുക്കുന്നുണ്ട്. നമുക്കും വിശ്വസിക്കാം, വിശ്വാസത്തോടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയോ എഴുതുകയോ ഒക്കെ നമുക്കും ചെയ്യാം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഓ ആരാധ്യനായ ദൈവമേ, രക്ഷകനായ യേശുക്രിസ്തുവേ, അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവല്ലോ. വിശുദ്ധ കുരിശേ, എൻ്റെ സത്യപ്രകാശമായിരിക്കണമേ. ഓ വിശുദ്ധ കുരിശേ, എൻ്റെ ആത്മാവിനെ സച്ചിന്തകൾ കൊണ്ട് നിറയ്ക്കണമേ. ഓ വിശുദ്ധ കുരിശേ, എല്ലാ തിന്മകളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. ഓ വിശുദ്ധ കുരിശേ, എല്ലാ അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എനിക്ക് നിത്യജീവൻ നൽകണമേ. ഓ ക്രൂശിതനായ നസ്രായക്കാരൻ യേശുവേ, ഇപ്പോഴും എപ്പോഴും എൻ്റെ മേൽ കരുണയുണ്ടാകണമേ. നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുരക്തത്തിൻ്റെയും മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും പൂജിത ബഹുമാനത്തിനായി യേശു ക്രിസ്മസ് ദിവസം ജനിച്ചുവെന്നും ദുഃഖവെള്ളിയാഴ്ച അവിടുന്ന് കുരിശിൽ തൂങ്ങി മരിച്ചുവെന്നും നിക്കോദേമോസും യൗസേപ്പും കർത്താവിൻ്റെ തിരുശരീരം കുരിശിൽ നിന്നും ഇറക്കി സംസ്കരിച്ചുവെന്നും അവിടുന്ന് സ്വർഗാരോഹിതനായി എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. കർത്താവായ യേശുവേ, എന്നിൽ കനിയണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ യൗസേപിതാവേ, എനിക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ഭയം കൂടാതെ കുരിശു വഹിക്കുവാനുള്ള ശക്തി അങ്ങയുടെ കുരിശിൻ്റെ സഹനത്തിലൂടെ എനിക്ക് നൽകണമേ. അങ്ങയെ അനുഗമിക്കാനുള്ള കൃപാവരം എനിക്ക് നൽകണമേ. ആമേൻ.